ഹായ് ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ബയോകെമിസ്ട്രിയുടെ ഓൾറെഡി പോർഷൻസ് എല്ലാം ഏകദേശം കുറച്ച് 2 ക്ലാസ്സുകളിൽ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സീരീസിൽ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്നുള്ള ഈ ഒരു സീരീസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെ കഴിഞ്ഞ ടിൽ ലാസ്റ്റ് ഇയർ വരെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എല്ലാത്തിൽ നിന്നും കളക്ട് ചെയ്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ട് അതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ക്ലാസ്സുകൾ കണ്ടവരാണ്, നിങ്ങൾ കണ്ടു പഠിച്ചവരാണ്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. എന്നിട്ട് ഇവിടെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഐഡിയയും കൂടെ തരാൻ പോവുകയാണ്. അതായത് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് വേണം ഓരോ ചാപ്റ്റേഴ്സ് ഒന്ന് പോകാൻ. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കാർബോഹൈഡ്രേറ്റ്സിന്റെ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പേ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിയുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് സജഷൻസുകളൊക്കെ ഒന്ന് എഴുതാനും നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വളരെ കുറച്ച് സമയം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ബയോകെമിസ്ട്രി അപ്പോൾ ഒരുവിധം നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചു ബയോകെമിസ്ട്രി ക്വസ്റ്റ്യൻസ് കൂടെ പറഞ്ഞുതരാമെന്ന്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. പക്ഷേ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതൊരു ചുരുക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഈ ചാപ്റ്ററിലെല്ലാം ഇതിലെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യും നിങ്ങൾ. ഓക്കെ, അതിനുവേണ്ടി മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ല, അതെല്ലാം പ്രീവിയസ് ഇയേഴ്സിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഡിഫൈൻ കാർബോഹൈഡ്രേറ്റ്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ബയോളജിക്കൽ ഇമ്പോർട്ടൻസ്. അതായത് നമ്മുടെ മുമ്പ് 10 മാർക്കിന്റെ എസ് ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്കിന്റെ എസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡിഫൈൻ കാർബോഹൈഡ്രേറ്റ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതുക, അതിന്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് അതായത് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്തൊക്കെയാണ് അതിന്റെ യൂസസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് വൈസ് ആയിട്ടോ ഡിസ്ക്രൈബ് ചെയ്തിട്ടോ ഒന്ന് എഴുതുക. അപ്പോൾ അത്രയും എഴുതിയ അപ്പോൾ പണ്ട് 5 മാർക്കിന് ചോദിച്ചെങ്കിൽ ഇനി 5 മാർക്കിന് 10 മാർക്കിന് ചോദിച്ചെങ്കിൽ ഇപ്പൊ 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. എന്നാൽ മെയിൻ ഹെഡിങ്സുകളെല്ലാം ജസ്റ്റ് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത് നിങ്ങൾ എഴുതുകയും വേണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത് നിങ്ങൾ പഠിക്കുന്നത്, ഓക്കെ, രണ്ടാമത് പഠിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് TCA. ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് TCA സൈക്കിൾ. TCA സൈക്കിൾ ഗ്ലൈക്കോലൈസിസും പിന്നെ നമ്മുടെ TCA സൈക്കിളും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മുൻപ് അത് 10 മാർക്കിനായിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അത് 5 മാർക്ക്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട. അത്യാവശ്യം ഒരു 3 പേജിനകത്ത് 2-2.5 പേജിനകത്തെങ്കിലും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അതിന്റെ ഫ്ലോ ചാർട്ട്, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ട് കൊടുക്കുക, അതിനുശേഷം അതിന്റെ ഓരോ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് TCA. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് TCA സൈക്കിൾ. അതുപോലെ 2 മാർക്കിന് ഐസോമെറിസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിന്റെ, അതായത് ഒരേ കെമിക്കൽ ഫോർമുലയുള്ള സ്പെഷ്യൽ കോൺഫിഗറേഷൻസ് വ്യത്യാസമായിട്ട് വരുന്നതിനാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. അത് 5 മാർക്കിന് ചോദിക്കത്തില്ല, പക്ഷെ 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അത് പഠിക്കണം. നെക്സ്റ്റ് ഉള്ളത് ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ സ്റ്റെപ്സ്, റെഗുലേഷൻ, എനർജറ്റിക്സ് ആൻഡ് ആംഫിബോളിക് നാച്ചർ ഓഫ് TCA. സെയിം ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ആംഫിബോളിക് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ പേടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്, അത് വേണ്ട. സെയിം ഈ സൈക്കിൾ തന്നെയാണ് നിങ്ങൾ ഇവിടെയും എഴുതേണ്ടത് 5 മാർക്കിന്. നെക്സ്റ്റ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസസ് എന്ന് പറയുന്ന 5 ഡിസീസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനകത്തുള്ളതാണ് വോൺ ജിയർ ഡിസീസ് എന്ന് പറയുന്നത്. അത് 2 മാർക്ക് ചോദിക്കാം. 5 ഡിസീസ് ഉണ്ട്, 5 ഡിസീസ് നിങ്ങൾ പഠിക്കണം. ഇതിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചുള്ള ഡിസീസസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വോൺ ജിയർ ഡിസീസ്, പിന്നെ 2 മാർക്കിന് ലാക്ടോസ് ഇൻടോളറൻസ്, 2 മാർക്കിന് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ അതുപോലെ വോൺ ജിയർക്കിന്റെ കൂടെ വരുന്ന അടുത്തൊരു ഡിസീസാണ് പോംസ് ഡിസീസ് എന്ന് പറയുന്നത്, അതും 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലിസ്റ്റ് ഔട്ട് 4 ബയോമെഡിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് പോളിസാക്കറൈഡിന്റെ എക്സാമ്പിൾ ആണ്, അല്ലെ, പോളിസാക്കറൈഡിന്റെ എക്സാമ്പിൾ ആണ്. അതിന്റെ 4 ഫങ്ഷൻസ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, എവിടെയാണ് നമ്മൾ ഗ്ലൈക്കോജൻസ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്നത്, അതിന്റെ യൂസ് എന്താണെന്നുള്ളത് 4 ഇമ്പോർട്ടൻസ് അവിടെ എഴുതുക. നെക്സ്റ്റ് അടുത്ത സൈക്കിളാണ് ഗ്ലൈക്കോലൈസിസ്. ഡിസ്ക്രൈബ് ഗ്ലൈക്കോലൈസിസ് ലൈക്ക് സെയിം ലൈക്ക് DCA.
ഗ്ലൈക്കോലൈസിസ് ഡിസ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ എനർജറ്റിക്സ്, അതിൻ്റെ എത്ര എനർജറ്റിക്സ് 8 ATP ആണ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 10 പ്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷേ 2 യൂസ് ചെയ്യുന്നു, അങ്ങനെ അത് 8 മാറുന്നു. അതിൻ്റെ എനർജറ്റിക്സിനെ കുറിച്ചും കാൽക്കുലേഷൻ എഴുതുക 5 മാർക്കിന്. നെക്സ്റ്റ് ഗ്ലൈക്കോസ്യൂറിയ, അതായത് ഗ്ലൂക്കോസ് കൂടുതലുള്ള ആൾക്കാർ, എക്സസ് ഗ്ലൂക്കോസ് ഉള്ള ആൾക്കാർ, അതായത് നമ്മുടെ ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസിന് എക്സസ് ഉള്ള ഷുഗർ എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസ് യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്ത് പോകാറുണ്ട്. പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ യൂറിൻ ഈസ് നോൺ ആസ് ഗ്ലൈക്കോസ്യൂറിയ. അതിന് 2 കോസസ് വേണ്ടി. അപ്പൊ ഗ്ലൂക്കോസ് യൂറിയ എവിടെയൊക്കെ വരുന്നു, അതിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ റെഡ്യൂസിങ് ഡൈസാക്രൈഡ്സും നോൺ റെഡ്യൂസിങ് ഡൈസാക്രൈഡ്സും ഉണ്ട്. ഡൈസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, 2 കാർബോഹൈഡ്രേറ്റിന്റെ യൂണിയൻ മോണോമസ് 2 ചേരുമ്പോഴാണ് എന്ത് പറയുന്നത്, ഡൈസാക്രൈഡ്സ് എന്ന് പറയുന്നത്. റെഡ്യൂസിങ് ഡൈസാക്രൈഡ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലഡ്, വളരെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് റെഗുലേറ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ഹ്യൂമൻ ബോഡി. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. നോർമലി ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ നിന്നും അബ്സോർബ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് അത് അബ്സോർബ് ചെയ്ത് ബ്ലഡിലെത്തുന്നു. അവിടെ നിന്ന് അത് എക്സസ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻസുലിൻ്റെ ഫലമായിട്ട് അത് എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ശരീരത്തിൽ ലിവറിലും മസിൽസിലും ഒക്കെ ഗ്ലൈക്കോജൻ എന്ന ഫോമിൽ സ്റ്റോർ ചെയ്യുകയും തിരിച്ച് ആവശ്യാനുസരണം അത് ഗ്ലൂക്കാഗോണിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ചത് ഗ്ലൂക്കോസായി മാറി ബ്ലഡിലോട്ട് വരികയും ചെയ്യുന്നു അല്ലേ. അതൊന്ന് ആ ഒരു പ്രോസസ്സ് നന്നായിട്ട് വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ ആ 5 മാർക്കിന്റെ എസ്സേ ആയി. നെക്സ്റ്റ് ഡൈസാക്രൈഡ്സ് എന്ന് മാത്രം പറഞ്ഞ് 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. പോളിസാക്രൈഡ്സ് എന്ന് മാത്രം പറഞ്ഞ് 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. വൈ സുക്രോസ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. റെഡ്യൂസിങ് ഷുഗേഴ്സും നോൺ റെഡ്യൂസിങ് ഷുഗറും. അതിൽ സുക്രോസ് എന്തുകൊണ്ടാണ് നോൺ റെഡ്യൂസിങ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് GTT, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ഓൾറെഡി നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്, പ്രീവിയസ് ക്ലാസ്സിൽ ഇതെല്ലാം തന്നെ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻസ് ഓഫ് ഗ്ലൂക്കോനിയോജെൻസിസ്. മറ്റു സബ്സ്റ്റൻസസിൽ നിന്നും ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നതിന് ഗ്ലൂക്കോനിയോജെൻസിസ് എന്ന് പറയുന്നത്, അതിൻ്റെ റിയാക്ഷനെ കുറിച്ചും അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചും വിശദീകരിച്ച് എഴുതുക. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് HMP ഷണ്ട്, ഓക്കെ, അതും നമ്മൾ ഓൾട്ടർനേറ്റീവ്, ഗ്ലൈക്കോലൈസിസിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റബോളിസമാണ് HMP ഷണ്ട് എന്ന് പറയുന്നത്. അതും ഡിസ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ഒരു തവണയൊക്കെ ചോദിച്ചിട്ടുള്ളൂ, സ്റ്റിൽ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൂക്കോനിയോജെനിസിസ്, റൈറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് പാത്വേ ഓഫ് ഗ്ലൂക്കോനിയോജെനിസിസ്. പിന്നെ നമ്മുടെ 5 ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ഉണ്ട്, അത് 5ഉം കൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി 5 മാർക്കിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ഡയബറ്റിസ് മെലിറ്റസ്. എക്സ്പ്ലെയിൻ ഹോർമോൺ റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് വാട്ട് ഈസ് ഡയബറ്റിസ് മെലിറ്റസ്. അതും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, 5 മാർക്കിന്റെ എസ്സേ ഉണ്ട്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. 1 മാർക്കിന്റെ MCQs കിട്ടണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ടെക്സ്റ്റ് ബുക്കിലൂടെ, ഓൾറെഡി ഇതെല്ലാം പഠിപ്പിച്ചതാണ്. ഈ 21 ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ട്, ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഈ 21 ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. 5 മാർക്കിന് 2 മാർക്കിൻ്റെ അവിടെ ആവും. പക്ഷേ ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടണം, മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും കൂടെ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊന്ന് വായിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു 1 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് അതൊന്ന് നോക്കാം. ഒന്ന് ജസ്റ്റ് റൈസ് ചെയ്ത് തരാം. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യണമെങ്കിൽ ഇതൊന്ന് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വേണമെന്നുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചത്. അത് തന്നെയായിരിക്കും ഇതിനപ്പുറം ഒരു വലിയൊരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് 5 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാനില്ല. പക്ഷേ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് കാണാം. അതിന് മുമ്പേ ഇതാണ് നിങ്ങളുടെ സിലബസ്, നിങ്ങൾക്ക് അറിയായിരിക്കും. കാർബോഹൈഡ്രേറ്റ്സിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട്, ഡൈജഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾ മെൻഷൻ ചെയ്യാത്ത, സിലബസിൽ കാണാത്തതാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്. പക്ഷെ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കണം. ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചാൽ പഠിക്കാതിരിക്കരുത്. കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതൊക്കെ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഡൈജഷനും അബ്സോർഷനും മെറ്റബോളിസവും, അതായത് ഗ്ലൈക്കോലൈസിസ്,
TCA, പിന്നെ നമ്മുടെ HMP പാത്വേ, ഇതെല്ലാം വരുന്നതാണ് ഈ ഒരു ഇത്. പിന്നെ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ്, ഈ 2 പോർഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ള പോർഷൻസ്. എപ്പോഴും 5 മാർക്കിന് വരുന്ന ഏരിയ ആണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഡയബറ്റിസ് മെലിറ്റസ്, അതിന്റെ ടൈപ്സ്. ഡയബറ്റിസ് മെലിറ്റസിന്റെ ടൈപ്സ് വെച്ചിട്ട് 2 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. അതിന്റെ മാനേജ്മെന്റ് കോംപ്ലിക്കേഷൻ ഒക്കെ ചോദിക്കാം. പിന്നെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നതാണ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അതിന്റെ അത് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴാണ് നമ്മുടെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതിന്റെ കർവ് എങ്ങനെയാണ്, നമ്മൾ ആ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിലെങ്ങനെയാണ് നമുക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്തുള്ള ടെർമിനോളജീസ്, ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർ ഗ്ലൈസീമിയ, ഗ്ലൂക്കോസ് യൂറിയ, കീറ്റോ യൂറിയ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതുപോലെ കീറ്റോ യൂറിയ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടെർമിനോളജീസ് വരുന്നുണ്ട് ചാപ്റ്ററിനകത്ത്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിൽ. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഇവിടെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ സത്യനാരായണ ടെക്സ്റ്റ് ബുക്കാണിത്. സത്യനാരായണ എന്നുള്ള ഒരു ഓതറിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ 2ാമത്തെ ചാപ്റ്ററാണ് കാർബോഹൈഡ്രേറ്റ്സ്. നിങ്ങൾക്ക് ഇവിടെ ആദ്യം ഒരു സമ്മറി എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് പോയിന്റ്സ്, ഒരു 10 പോയിന്റ്സ് എന്തോ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വായിക്കുക. ഓക്കെ, ഇത് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ആ ഒരു ബാക്കി ടോപ്പിക്സ് ഒക്കെ പഠിച്ചതിന് ശേഷം ഇത് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ, ചിലപ്പോൾ ചില 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഡയറക്റ്റ് പോർഷനിലോട്ട് പോകുക. കാർബോഹൈഡ്രേറ്റ്സ്, ഡിഫൈൻ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനകത്ത് നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയ കോമ്പൗണ്ടാണ്. അല്ലെങ്കിൽ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്നാണ് പറയുന്നത്. അതിന്റെ നോർമൽ സിംപ്ലർ ഫോർമുല എന്ന് പറയുന്നത് CH2O ബ്രാക്കറ്റിന് പുറത്ത് N, അങ്ങനെയാണ് വരുന്നത്. N എന്ന് പറയുന്നത് <3 or equal to 3 വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ഡെഫിനിഷൻ ആയിട്ട് വേണമെങ്കിൽ അതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കാം. ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് or ketones or compounds which produce them on hydrolysis. അതായത് ഒന്നുകിൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് എന്നോ അല്ലെങ്കിൽ കീറ്റോൺസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഹൈഡ്രോലൈസിസിലൂടെ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള സബ്സ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അത് ഷുഗർ എന്നറിയപ്പെടുന്നു. ഒപ്പം തന്നെ അത് വെള്ളത്തിൽ അലിയുന്നതാണ്, മധുരമുള്ളതും ആണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ കാർബോഹൈഡ്രേറ്റ് ഫങ്ഷൻസ് കാണാൻ പറ്റും. എന്തൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പം ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരാണെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിച്ചാൽ മതി. ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് മോസ്റ്റ് അബണ്ടന്റ് ഡയറ്ററി സോഴ്സ് ഓഫ് എനർജി, അതായത് നമ്മുടെ ശരീരത്തിലെ എനർജിയുടെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് 4 കിലോ കലോറി ഊർജം ലഭിക്കുന്നു, അത് മെറ്റബോളൈസ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഈസ് എ പ്രിക്കർസർ. അതിൽ നിന്ന് ഫാറ്റും അമിനോ ആസിഡ്സും ഒക്കെ പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്. അത് കാർബോഹൈഡ്രേറ്റ് കൺവേർട്ട് ചെയ്ത് ഫാറ്റും അമിനോ ആസിഡ്സും ഒക്കെ ഫോമും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലുലാർ മെംബ്രൈൻസിലും സെല്ലുലാർ ഫങ്ഷൻസിനും സെല്ലുലാർ ഗ്രോത്തിനും ഫെർട്ടിലൈസേഷനും ഒക്കെ സഹായിക്കുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ഗ്ലൈക്കോ ലിപ്പിഡ്സ്, അതിനകത്ത് എന്തുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സിലും ഫൈബർ, സെല്ലുലോസിലും ഒക്കെ എന്തുണ്ട്, നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കാണുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ഓൾസോ സെർവ് സ്റ്റോറേജ് ഫോം ഓഫ് എനർജി. ഗ്ലൈക്കോജൻ എന്ന ഫോമിൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് എനർജി തരികയും ചെയ്യും. ഇത് ജസ്റ്റ് മിനിമൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ലാസ്റ്റ് നമ്മൾ കുറേ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. മെയിൻ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ സാക്രൈഡ്സ് എന്നാണ് പറയുന്നത്. അതിൽ 1 സാക്രൈഡ് ആണെങ്കിൽ മോണോസാക്രൈഡ് എന്നും, അതിൽ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ ഡൈസാക്രൈഡ്, ഒളിഗോസാക്രൈഡ് എന്ന് പറഞ്ഞു. ഒരുപാട് കൂടുതലാകുമ്പോൾ അതിന് പോളിസാക്രൈഡ് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഓരോന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അതിൻ്റെ എംപിറിക്കൽ ഫോർമുല എന്താണ്, മോണോസാക്രൈഡിൻ്റെ കാർബണിൻ്റെ എണ്ണം അനുസരിച്ച് ആൽഡോസ് എന്നും, കീറ്റോസ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൽഡോസ് എന്നും, കീറ്റോൺ ഗ്രൂപ്പ് ആണെങ്കിൽ കീറ്റോസ് എന്നും പറയുന്നു. അതുപോലെ തന്നെ മോണോസാക്രൈഡ്സിന് തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത പേജിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ രണ്ടാമതാണ് ഒലിഗോസാക്രൈഡ് എന്ന് പറയുന്നത്. 2 മുതൽ 10 വരെ മോണോസാക്രൈഡ് ചേരുമ്പോൾ അതിനെ ഒലിഗോസാക്രൈഡ് എന്ന് പറയുന്നു. പിന്നെ പോളിസാക്രൈഡ്സ് 10ൽ കൂടുതൽ മോണോസാക്രൈഡ് ചേരുമ്പോൾ പോളിസാക്രൈഡ് എന്ന് പറയുന്നു. പിന്നെ നമ്മൾ മോണോസാക്രൈഡ്സിൻ്റെ ഡിവിഷനെ കുറിച്ച് ഡയോസ്, ട്രയോസ്, ടെട്രോസ്, പെൻഡോസ്, ഹെക്സോസ്, അല്ലെ കാർബണിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഡയോസും പെൻഡോസും ടെട്രോസും ട്രയോസും എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ജസ്റ്റ് ക്ലാസിഫിക്കേഷനകത്ത് ഈ പ്രോപ്പർട്ടീസ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ക്ലാസിഫിക്കേഷനകത്ത് മോണോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒളിഗോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾസ് അത്രയും തന്നെ മതിയാവും. പക്ഷെ അതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് വരുമ്പോൾ അത് എപ്പോഴാണെന്ന് വെക്കും, നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ പ്രോപ്പർട്ടീസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് എപ്പീമർ, എന്താണ് ആനോമർ, എന്താണ് എനാറ്റിനോമർ എന്നൊക്കെ പറഞ്ഞ് 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാൻ വളരെ റെയറാണ്, എന്നാൽ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, പിന്നെ ആനോമർ കേട്ടോ, ആനോമർ എന്താണെന്നുള്ളത് വളരെ സിമ്പിളാണ്, പക്ഷേ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഷുഗേഴ്സ് ക്ലാസിഫൈഡ് ആസ് റെഡ്യൂസിങ് ആർ നോൺ റെഡ്യൂസിങ്. ഷുഗേഴ്സിനെ റെഡ്യൂസിങ് നോൺ റെഡ്യൂസിങ് എന്ന് തിരിക്കാറുണ്ട്. എങ്ങനെയാണ്, റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഈസ് അട്രിബ്യൂട്ടഡ് ടു ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോ ഗ്രൂപ്പ് ഓഫ് അനോമറിക് ആൻഡ്, അതായത് അതിലുള്ള ഫ്രീ ആൽഡിഹൈഡും കീറ്റോ ഗ്രൂപ്പിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത്. മെനി ടെസ്റ്റ് എംപ്ലോയിഡ് ടു ഐഡന്റിഫൈ ദ റെഡ്യൂസിങ് ആക്ഷൻ. റെഡ്യൂസിങ് ആക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ അതൊക്കെയാണ് ബെനഡിക്ട് ടെസ്റ്റ്, ഫെല്ലിങ്സ് ടെസ്റ്റ്, ബർഫോർഡ് ടെസ്റ്റ്. അതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഈ ടെസ്റ്റുകളൊക്കെ എന്താണെന്ന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഈ ടെസ്റ്റുകളൊക്കെ നമ്മുടെ ഷുഗറിൻ്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി അറിയാൻ വേണ്ടി സഹായിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഓക്സിഡേഷനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, റിഡക്ഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വിടുക. അതൊന്നും 5 മാർക്കിന് ചോദിക്കത്തില്ല, പകരം 2 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗ്ലൈക്കോസൈഡ്സ് ഒക്കെ വളരെ റെയറാണ്. പിന്നെ ഡെറിവേറ്റീവ്സ് ഓഫ് ദ മോണോസ് അതൊന്നും ചോദിക്കത്തില്ല, അതൊക്കെ ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് എക്സാമ്പിൾ എന്താണ്. ഓക്കെ, അതിൽ നോൺ റെഡ്യൂസിങ്ങും നോൺ റെഡ്യൂസിങ്ങും അത് നമ്മുടെ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. റെഡ്യൂസിങ് ഡൈസാക്രൈഡ്സ് വിത്ത് ഫ്രീ ആൽഡിഹൈഡ് ഓർ ഗ്രൂപ്പ് കീറ്റോ ഗ്രൂപ്പ്, മാൾട്ടോസും ലാക്ടോസും ഒക്കെ ഡൈസാക്രൈഡിന് എക്സാമ്പിൾ ആണ്. അതിനകത്ത് ഫ്രീ ആൽഡിഹൈഡും കീറ്റോ ഗ്രൂപ്പും ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ റെഡ്യൂസിങ് ഡൈസാക്രൈഡ് എന്ന് പറയുന്നത്. നോ ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോ ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ നോൺ റെഡ്യൂസിങ് ഡൈസാക്രൈഡ് എന്ന് പറയുന്നു. സുക്രോസും ട്രഹലോസും അത് നോൺ റെഡ്യൂസിങ് ഡൈസാക്രൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് രണ്ടും 5 മാർക്കിന് നമ്മൾ കണ്ടതാണ് ക്വസ്റ്റ്യൻസ്. റെഡ്യൂസിങ് സാക്രൈഡ്സ് 5 മാർക്കിന് ഉണ്ടായിരുന്നു. സുക്രോസ് എന്തുകൊണ്ട് നോൺ റെഡ്യൂസിങ് ആകുന്നു എന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് വായിച്ചു നോക്കാം. സുക്രോസിൻ്റെ പ്രത്യേകത എന്താണ്, അതെന്തുകൊണ്ടാണ് നോൺ റെഡ്യൂസിങ് എന്ന് പറയുന്നത്, അതിൻ്റെ ഇൻവേർഷനെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാം. ഓക്കെ, അടുത്ത ലാക്ടോസ് എന്താണ്, മിൽക്കിൽ കാണുന്ന ഷുഗറിനെയാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ലാക്ടോസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ലാക്ടുലോസ് എന്താണ്. അടുത്ത പിന്നെ പോളിസാക്രൈഡ്സ്, 10ൽ കൂടുതൽ മോണോസാക്രൈഡ്സ് ചേരുമ്പോഴാണ് പോളിസാക്രൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഹോമോപോളിസാക്രൈഡ്സും ഉണ്ട്, ഹെട്രോപോളിക് സാക്രൈഡ്സും ഉണ്ട്. ഓക്കെ, സിംഗിൾ ടൈപ്പ് മോണോസാക്രൈഡുകളാണ് ചേർന്നിട്ടുള്ളതെങ്കിൽ അതിനെ ഹോമോപോളിസാക്രൈഡ് എന്ന് പറയുന്നു. മിക്സ്ചർ ടൈപ്പ് ആണെങ്കിൽ ഹെട്രോപോളിസാക്രൈഡ്സ് എന്ന് പറയുന്നു. അതിന് ഹോമോപോളിസാക്രൈഡിന് എക്സാമ്പിളാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ഇനുലിൻ എന്താണ്, അതായത് നമുക്ക് ഇനുലിൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ GFR, നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്സ്റ്റൻസ് ആണ് ഇനുലിൻ എന്ന് പറയുന്നത്. പിന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഗ്ലൈക്കോജൻ, അതും ഒരു പോളിസാക്രൈഡ് ആണ്. അനിമൽ സ്റ്റാർച്ച് ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് ലിവറിൽ മസിലും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെട്രോപോളിസാക്രൈഡ് എന്ന് പറയുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള ടൈപ്പ് പോളിസാക്രൈഡ്സ് ചേർന്നിട്ടുള്ളതാണ് ഹെട്രോപോളിസാക്രൈഡ് എന്ന് പറയുന്നത്. അത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് ഈ കാണുന്ന ബയോമെഡിക്കൽ ഓർ ക്ലിനിക്കൽ കൺസെപ്റ്റ് എന്ന് കുറച്ച് അധികം പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫങ്ഷൻസ് ചോദിക്കുമ്പോഴും ഒൺവേർഡ് ക്വസ്റ്റ്യൻസിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു ബയോമെഡിക്കൽ ക്ലിനിക്കൽ കൺസെപ്റ്റിനകത്ത് വരുന്ന ഈ പോയിന്റ്സ് എല്ലാം. ആദ്യത്തെ ഈ 5 പോയിന്റ്സ് ഉണ്ട്, പോസ് ചെയ്യുക, വായിച്ചു നോക്കുക. ജസ്റ്റ് ഈ ഇത്രയും പോയിന്റ്സ്. ഓക്കെ, ഇതും പോസ് ചെയ്യുക, ജസ്റ്റ് വായിച്ചു. ഇതെല്ലാം വായിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു പഠിച്ചതാണ്. നമുക്ക് 25 മാർക്കിന് വേണ്ടി ഒരുപാട് സമയം കളയാനില്ല. എന്നാലും നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ആദ്യത്തെ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ മെറ്റബോളിസമാണ്. ഓക്കെ, മെറ്റബോളിസവും അടുത്ത അതുപോലെ ചാപ്റ്ററിനകത്ത്
കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇവിടെ ഒൺവേർഡ് പോയിന്റ്സ് ഒക്കെ വരാവുന്ന ചാൻസ് ഉള്ള കുറേ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഓക്കെ, അതിൻ്റെ എനർജി പ്രൊഡക്ഷനെ കുറിച്ചും ഇമ്പോർട്ടൻ്റ് ഒരു സമ്മറൈസ് ചെയ്ത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമുക്ക് ഷുഗർ ഉണ്ട്, അതെന്ത് ഷുഗർ അടങ്ങിയ ആഹാരങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്നുണ്ട്, അത് ഡൈജസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ചെയ്ത് ബ്ലഡിലോട്ട് ഗ്ലൂക്കോസ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നു. ആ ഗ്ലൂക്കോസിന് പിന്നെ എന്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട എല്ലാ മെക്കാനിസംസും ഇവിടെ ഉണ്ട്. ഫസ്റ്റ് വൺ ഗ്ലൈക്കോലൈസിസ് ആൻഡ് എംഡൻ-മേയർഹോഫ് പാത്വേ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സെക്കൻഡ് വൺ സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ് സൈക്കിൾ അല്ലെങ്കിൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ എന്ന് പറയും. അതും രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. നെക്സ്റ്റ് ഗ്ലൂക്കോനിയോജെൻസിസ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. പിന്നെ ഗ്ലൈക്കോജെൻസിസ്, അതായത് ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആകുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോജെൻസിസ് എന്ന് പറയുന്നത്. അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 മാർക്ക്. അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലൈക്കോജെൻസിസ് ആൻഡ് ഗ്ലൂക്കോനിയോജെൻസിസ് എന്താണെന്ന് ചോദിക്കാവുന്ന കാര്യമാണ്. ഗ്ലൂക്കോനിയോജെൻസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റു സബ്സ്റ്റൻസിൽ നിന്നും ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഗ്ലൂക്കോനിയോജെൻസിസ് എന്ന് പറയുന്നു. ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കുന്നതിന് ഗ്ലൈക്കോജെനിസിസ് എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ മെറ്റബോളിസത്തിനകത്ത് ഗ്ലൈക്കോലൈസിസും സിട്രിക് ആസിഡ് സൈക്കിളും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓൾട്ടർനേറ്റീവ് പാത്വേസ് ആണ്. ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസായി മാറുന്നതിനാണ് ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഗ്ലൈക്കോലൈസിസിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പാത്വേ ആണ് ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് എന്ന് പറയുന്നത്. അത് 5 മാർക്കിന് വളരെ റെയറാണ്. സ്റ്റിൽ നിങ്ങൾ പഠിക്കാൻ സമയമുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പഠിക്കുക. ഇത്രയും കാര്യമെങ്കിലും ഈ 6 വരെ വരുന്ന ഇത്രയും മെക്കാനിസമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഓൾറെഡി നമ്മൾ ഗ്ലൈക്കോലൈസിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിച്ചത് വെച്ച് പഠിക്കാം, ഏതെങ്കിലും വഴിയായാലും കുഴപ്പമില്ല. ക്ലിയർ ആയിട്ട് ഗ്ലൈക്കോലൈസിസ് പഠിക്കുക. ഓക്കെ, ഏതൊക്കെ എൻസൈംസ് ആണ്, എത്ര ATP യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം വളരെ ചുരുക്കി മതി. പക്ഷെ നമ്മുടെ ആ ഒരു എല്ലാ പോയിന്റ്സും കൺവേർട്ട് ചെയ്തും കൺവേർഷനും എല്ലാം ഒന്ന് കൃത്യമായിട്ട് ഗ്ലൈക്കോലൈസിസ് പഠിക്കുക. പിന്നെ പറ്റിയാൽ ലാക്റ്റിക് അസിഡോസിസ്, അതായത് നമ്മുടെ ഈ അസിഡോസിസ് ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് ആനറോബിക് ഓക്സിജൻ ഇല്ലാതെ മെറ്റബോളിസം നടക്കുമ്പോൾ നമ്മുടെ മസിൽസിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുകയും അങ്ങനെ അസിഡിറ്റി, ബ്ലഡിലെ അസിഡിറ്റി കൂടുകയും ലാക്റ്റിക് അസിഡോസിസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ചു വയ്ക്കാം. ഓക്കെ, പറ്റിയാൽ സമയമുണ്ടെങ്കിൽ എക്സസ് ആയിട്ടൊന്ന് വായിച്ചു വയ്ക്കാം. അഡീഷണൽ റീഡിങ്ങിന് വേണ്ടി വായിച്ചു വയ്ക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഗ്ലൈക്കോലൈസിസിൻ്റെ ഓരോ സ്റ്റെപ്പും വളരെ കൃത്യമായിട്ട്, ഇത്രയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, പക്ഷേ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നില്ലെങ്കിലും അത്യാവശ്യം ചുരുക്കി ഒന്ന് അതിൻ്റെ ചാർട്ട് ഓരോന്നും, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക, അതിനകത്തുള്ള എൻസൈംസ് വരയ്ക്കുക, ഏതൊക്കെ എനർജി മോളിക്യൂൾസാണ് ഓരോ സ്റ്റേജിലും ഇൻവോൾവ് ആകുന്നതെന്ന് നോക്കുക. ജസ്റ്റ് സമ്മറൈസ് ചെയ്യുക. പിന്നെ രണ്ടാമതാണ് സിട്രിക് ആസിഡ് സൈക്കിൾ. അതും ഇതുപോലെ തന്നെ എൻ്റെ ഫ്ലോ ചാർട്ടും എനർജി പ്രൊഡക്ഷനും ഓരോ എൻസൈംസും വരച്ച് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, സൈക്കിൾ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജസ് ആയിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതായി. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് HMB ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. HMB നോക്കുക. HMB വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗ്ലൂക്കോനിയോജെനിസിസും ലൊക്കേഷൻ ഓഫ് ഗ്ലൂക്കോനിയോജെനിസിസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലൂക്കോനിയോജെനിസിസ്, ആ റിയാക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ഒരു 5 മതി. ഇതിനകത്തുള്ളത് തന്നെ ധാരാളമാണ്, ഇത്രയും തന്നെ മതിയാവും. ജസ്റ്റ് ഒന്ന് ചുരുക്കി ഒന്ന് പഠിക്കുക, അത്രയും മതിയാവും. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ HMBയും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ, അതായത് നമ്മുടെ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 1-നകത്ത് ഇതുവരെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 21 ക്വസ്റ്റ്യൻ, ഇത് 15, പിന്നെ ഇവിടെ ബാക്കി കൂടെ 21 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 21 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസസ് ഉണ്ട്, അതുകൂടെ പഠിക്കുക. കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ലാക്ടോസ് ഇൻടോളറൻസ്, ഇത്രയും പഠിക്കുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനകത്ത് ഇത്രയാണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കാണും. അപ്പോൾ ഒന്ന് റിവിഷൻ എന്നുള്ള രീതിക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.